ആരോപണങ്ങൾക്ക് മറുപടിയുമായി കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ കേന്ദ്ര പദ്ധതികൾ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയത് തന്റെ മണ്ഡലത്തിലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് കുത്തഴിഞ്ഞ ഭരണവും MK രാഘവൻ ജനം ടിവിയോട് പ്രതികരിച്ചു. കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയും 3 ടേമുകളായി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീ MK രാഘവൻ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. രാഘവേട്ട, ഇപ്പോൾ ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സരമാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിനെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. CPM മണ്ഡലം പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി രാജ്യസഭ MP രംഗത്തിറക്കിയിരിക്കുന്നു. ഈ 3 തവണ MP ആയതുമൂലമുള്ള ഒരു സ്വീകാര്യത അത് ഇത്തവണയും തുടരുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സംശയമില്ല. കോഴിക്കോട് ജനങ്ങൾ 3 തവണ ജയിപ്പിച്ചവരാണ്. 4ാം തവണ എന്നെ ജയിപ്പിക്കും. കംഫർട്ടബിൾ മെജോറിറ്റിക്ക് ഞാൻ ജയിക്കും, ഒരു സംശയം വേണ്ട. കാരണം കഴിഞ്ഞ 15 വർഷക്കാലം ഞാൻ നാടിൻ്റെയും ജനങ്ങളുടെയും വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഒരാളാണ്. ഞാൻ ഫുൾ ടൈം MP ആണ്, പാർട്ട് ടൈം MP അല്ല. ഏത് വിഷയം വന്നാൽ ഞാൻ അതിൻ്റെ കൂടെയുണ്ട്. ആ ജനങ്ങൾക്ക് നല്ല ബോധ്യമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയമില്ല, ജാതി മതമില്ല. അതുകൊണ്ടാണ് 3 തവണ ജയിക്കാൻ കാരണം. ഇത്തവണയും ആ ചരിത്രം ആവർത്തിക്കും. അതുപോലെ LDF കൺവീനർ EP ജയരാജൻ പറയുന്നത് കേരളത്തിൽ മിക്കയിടത്തും LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്നാണ്. കോൺഗ്രസ് കളത്തിലില്ല എന്നാണ് പറയുന്നത്. അല്ല, അതിൻ്റെ കാരണം ഈ EP ജയരാജൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് LDF ഒരു അവസ്ഥ കണ്ടുകൊണ്ട് പറഞ്ഞതായിരിക്കും. കാരണം ഇവിടെ മത്സരം സത്യം പറഞ്ഞാൽ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ സർവേ പോലും പറഞ്ഞ കാര്യം അതാണ്. 20 സീറ്റ് UDF നേടുമെന്നാണ്. അവിടെയാണ് ജയരാജൻ പറഞ്ഞത് BJP ഞങ്ങൾ തമ്മിലാണ് മത്സരം. അതൊരു തമാശ എന്നല്ലാതെ വേറെന്ന് പറയാൻ പറ്റും. അത് തീർത്തും തമാശയാണ്. EP ജയരാജൻ പറഞ്ഞത് തമാശയാണ്. കാരണം അവർക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല കേരളത്തിൽ. ഒന്ന്, ഭരണപരമായ തകർച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രൂക്ഷമായ വിലക്കയറ്റമാണ്. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. പിന്നെ അക്രമം അഴിച്ചുവിടുന്ന വ്യാപകമായി. സിദ്ധാർത്ഥിൻ്റെ മരണം തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം കേരളത്തിലെ എല്ലാ രക്ഷിതാക്കളും നെഞ്ചുരുകി കരയുകയാണ്. ആലോചിക്കണം നിങ്ങൾ. എന്തിനാണ് കുട്ടികളെ അയക്കുന്നത്? പഠിക്കാനല്ലേ? പഠിക്കാൻ അയച്ച കുട്ടി കൊല്ലപ്പെടുന്നതിൽ തിരിച്ചു വരുന്ന നിങ്ങൾ ആലോചിക്കണം. ബോഡി കേരളത്തിലെ എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിലും വേദനയാണ്, നീറ്റലാണ്. ഈ ഗവൺമെൻറ് കാലത്ത് അവർക്ക് മക്കൾ പോലും നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മെഡിക്കൽ കോളേജിൽ തുടർന്ന് ഇപ്പോൾ 8ാമത്തെ ദിവസമാണ് അവിടെ മരുന്ന് മുടങ്ങിയിട്ട്. പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 75 കോടി രൂപയോളമാണ് ഈ വിതരണക്കാർക്ക് കൊടുക്കാണ്ട്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുക. എന്ത് ചെയ്യാൻ സാധിക്കും? അല്ല, ഗവൺമെൻറ് പണം കൊടുക്കണ്ടേ? ഈ സാധാരണക്കാരൻ പാവപ്പെട്ടവരെ ആശ്രയിക്കുന്നതാണ് ഈ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, ഒന്നുമില്ല. ഡയാലിസിസിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങളുമില്ല. ഇനിയിപ്പോൾ എന്നാണ് മെഡിക്കൽ കോളേജ് പൂട്ടുക അടക്കുക എന്ന് പറയാൻ പറ്റില്ല. രോഗികളുടെ എല്ലാം പോകാൻ വേണ്ടി പറയും. കാരണം അവരെ ട്രീറ്റ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. ഗവൺമെൻറ് ആ കാര്യത്തിൽ നിർബന്ധമായി യുദ്ധകാല അടിസ്ഥാനം എന്ന പോലെ കൊടുക്കാനുള്ള പണം ആദ്യം കൊടുക്കണം. ഗവൺമെൻറ് രോഗികളെ രക്ഷിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഗവൺമെൻറ്റാണ് സത്യം പറഞ്ഞ ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ടത്. ഗവൺമെൻറ് ഒന്നും പറയുന്നില്ലല്ലോ. ആരോഗ്യമന്ത്രി ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ്റും അതുപോലെ ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ എന്തു പറയുന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ കോഴിക്കോട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങളൊക്കെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതൊക്കെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് മൂലം ഉണ്ടായിട്ടുള്ളതാണെന്നൊരു അവകാശവാദം BJP മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വികസന പദ്ധതികൾ കേന്ദ്ര പദ്ധതിയിൽ വന്നിട്ടുള്ള മണ്ഡലം കോഴിക്കോടാണ്. UP കാലത്താണ് ഏറ്റവും കൂടുതൽ വന്നത്. 200 കോടിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കിട്ടിയതാണ്. ക്യാൻസർ സെൻറ്റർ, ടെറിഷറി ക്യാൻസർ കെയർ സെൻറ്റർ UP കാലത്ത് വന്നാണ്. ഇംഹാൻസ് UP കാലത്ത് വന്നാണ്. CRC UP കാലത്ത് വന്നാണ്. അതുപോലെ വെള്ളയിൽ ഹാർബർ UP കാലത്ത് വന്നാണ്. അതുപോലെ പിന്നെ ESI തൊഴിലാളികൾക്ക് റീജിയണൽ സെൻറ്റർ UP കാലത്ത് വന്നാണ്. ഇങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന ഫറൂഖ് ESI ആശുപത്രിക്ക് 14 കോടി അനുവദിച്ചു, UP കാലത്ത് വന്നാണ്. അതുപോലെ സടക്ക് റോഡുകൾ, CRF റോഡുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയ UP കാലത്താണ്. ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇപ്പോൾ NDA കാലത്ത് ഒന്ന് റെയിൽവേ സ്റ്റേഷനാണ്, മറ്റൊരു CGHS സെൻ്ററാണ്. ഇത് CGHS വെൽനസ് സെൻ്ററാണ്. ഞാൻ പറഞ്ഞു വരുന്നത്
ഇത് ഞാൻ എന്തുകൊണ്ട് കിട്ടി? വെറുതെ ഒരാൾ കൊണ്ടു തരുമോ? ഇതിൻ്റെ പുറകിൽ അധ്വാനമില്ലേ? എന്തുകൊണ്ട് മറ്റു സ്റ്റേഷനിൽ കിട്ടിയില്ല? ഇതിൻ്റെ പുറകിൽ അധ്വാനമുണ്ട്. ആ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇതെല്ലാം ലഭിക്കുന്ന ആലോചിക്കണം. അതുകൊണ്ട് BJP അവകാശവാദം ഉന്നയിക്കുന്നതിന് എനിക്കൊന്നും പറയാനില്ല. ഇത് തന്നെയാണ് CPM പറഞ്ഞത്. ഈ വന്നതെല്ലാം ഒന്നും വന്നില്ല, വന്നിട്ടുണ്ടെങ്കിൽ അത് VSൻ്റെ കാലത്താണ്, നായനാരുടെ കാലത്താണ് എന്ന് പറയുന്നവരുണ്ട്. അവരോടൊന്നും ഉത്തരവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ 15 വർഷക്കാലം കോഴിക്കോട് ജനങ്ങൾ എന്നെ പൂർണ്ണമായും വിശ്വസിച്ചു, ഞാൻ അവരെയും വിശ്വസിച്ചു. ആ സുദൃഢമായ ബന്ധമാണ് 3 തവണ ജയിക്കാൻ കാരണം. 4ാം തവണയും അത് ആവർത്തിക്കും, ഒരു തർക്കം വേണ്ട. 15 വർഷത്തെ തൻ്റെ പ്രൊജക്ട് റിപ്പോർട്ടാണ് ശ്രീ MK രാഘവൻ MP മുമ്പോട്ടേക്ക് പോകുന്നത്. ഇത്തവണയും അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു തന്നെ പറയുന്നു. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.